പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ മിശിഹായുടെ ഈ ദിവ്യബലിയിലും റോസ്മേരി കുഞ്ചെറിയയുടെ പ്രത്യേക നിയോഗത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ജോൺ കുഞ്ഞുവർക്കി ഇവർക്കും ഇവരുടെ കുടുംബാംഗങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈവ മരിയ തൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സുദിനമാണ്. ഈവ മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മിന്ന് വേർപെട്ടു പോയ നമ്മുടെ സഹോദരി സഹോദരന്മാർ റീസ ഡേവിസ്, തങ്കം പാലോസ്, ഫ്രാൻസിസ് ഫെർണാണ്ടസ്, ഷാജി, ജോണി ഗോമസ്, ജോൺ ഫെർണാണ്ടസ്, താൻസി ഫെർണാണ്ടസ്, മറിയ ഫെർണാണ്ടസ്, നെൽകുന്നശ്ശേരി ഫിലോമിന, ബെർണാഡ് ബ്ലാൻസി കൊറിയ, ജോയ്സ് കൊറിയ, ജോസഫ്, വി ടി വിൻസെന്റ്, കെ ജി ജോർജ് കല്ലുവീട്ടിൽ, മേരി ലോനപ്പൻ മാടാനി, ഇവരുടെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഇവർക്ക് നിത്യവിശ്രാന്തി നൽകുമാറാകണമെന്ന് ഈ ബലിയിൽ നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. സഹോദരി തിരുവിശങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ വലിയ പിഴ. ആകയാൽ നിത്യഗണികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാട്ടെ. ആമേൻ. ഇന്ന് ഓഗസ്റ്റ് മാസം 29-ാം തീയതി നമ്മൾ വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ പീഡാസഹന തിരുനാൾ ആഘോഷിക്കുകയാണ്. സ്നാപയോഹന്നാൻ സത്യത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അതായത് സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും, അസത്യം നിങ്ങളെ ഒരു അടിമയാക്കും. അതുകൊണ്ട് അസത്യമായതെല്ലാം വെടിഞ്ഞ് സത്യത്തോട് ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഒരു പുണ്യജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ സ്നാപയോഹന്നാൻ ജനനത്തിലും മരണത്തിലും അങ്ങേ പുത്രനെ മുന്നോടിയാകണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങനെ അദ്ദേഹം സത്യത്തിൻ്റെയും നീതിയുടെയും രക്തസാക്ഷിയായി മരണം വരിച്ചതുപോലെ ഞങ്ങളും അങ്ങേ പ്രബോധനങ്ങളുടെ പ്രഖ്യാപനത്തിന് വേണ്ടി തീവ്രമായി പോരാടാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നും വാചിക്കും വഴി നടത്താവും അങ്ങയുടെ പുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ജെർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം ജെർമിയോട് അരുൾ ചെയ്തു, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക. അവരെ നീ ഭയപ്പെടേണ്ട. ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. ദേശത്തിന് മുഴുവനും യൂദയയിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും
ഇരുമ്പ് തൂണും പിച്ചളമതിലും ആയി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കൂ. കർത്താവെ, കർത്താവേ, എൻ്റെ അധരങ്ങൾ എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കൂ. അങ്ങയുടെ ശാരീരികമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാകരുത്. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. കർത്താവെ, കർത്താവേ, എൻ്റെ അധരങ്ങൾ എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങയുടെ ശാരീരികമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങ് എനിക്ക് അപേക്ഷയിലെയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ. അങ്ങാണ് എൻ്റെ അപേക്ഷയിലെയും ദുർഗവും. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, എൻ്റെ അധരങ്ങൾ എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങയുടെ ശാരീരികമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. കർത്താവേ, കർത്താവേ, എൻ്റെ അധരങ്ങൾ എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങയുടെ ശാരീരികമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാമ്യമാണ്. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. കർത്താവേ, കർത്താവേ, എൻ്റെ അധരങ്ങൾ എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങയുടെ ശാരീരികമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മിസ്റ്റർ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6 വാക്യങ്ങൾ 17 മുതൽ 29 വരെ. അക്കാലത്ത് ഹെരോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിതനാക്കുകയും ചെയ്തു. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയായ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെരോദേസിനോട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെരോദിയയ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു, എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെരോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥമാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെരോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രവാദികൾക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെരോദിയയ്ക്ക് അനുകൂലമായ ഒരു അവസരം വന്നുചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെരോദേസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി.
രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപയോനാൻ്റെ ശിരസ്. അവൾ ഉടനെ അകത്ത് വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപയോനാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശപഥത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവരുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അത് ഒരു തളികയിൽ വെച്ച് കൊണ്ടുവന്നു പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരം അറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നിങ്ങളുടെ മേലെ സർവശക്തന പിതാവായ ദൈവത്തിന് സ്വീകാര്യം വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവെ, വിശുദ്ധ സ്നാപയോനാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദത്താൽ പഠിപ്പിച്ചതും രക്തം ചിന്തി മഹാശക്തിയാൽ മുദ്രണം ചെയ്തതുമായ അങ്ങേ നേർവഴികളിലൂടെ സഞ്ചരിക്കാൻ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയും അപേക്ഷിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സമുന്നതമായ ബഹുമതിയോടെ അങ്ങ് നിയോഗിച്ചവനും അവിടുത്തെ മുന്നോടിയുമായ സ്നാപയോഹന്നാനിൽ അങ്ങേ മഹിമ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ആസന്നമായ മനുഷ്യരക്ഷയെ പ്രതി ജനനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ആനന്ദത്താൽ കുതിച്ചാടുകയും ജനനത്തോടെ വലിയ സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രവാചകത്തിലും വെച്ച് അദ്ദേഹം മാത്രമാണ് രക്ഷയുടെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ ജലത്തിൻ്റെ പ്രവാഹം പോലെ വിശദീകരിക്കപ്പെടേണ്ടതിനായി അദ്ദേഹം ജ്ഞാനസ്നാനത്തിൻ്റെ ഉടയവനെ തന്നെ സ്നാനപ്പെടുത്തുകയും രക്തം ചിന്തിക്കൊണ്ട് അവിടത്തേക്ക് ഉത്തമ സാക്ഷ്യം നൽകാൻ അർഹരാകുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാസ്ത്രീയന്മാരോട് ചേർന്ന് അങ്ങേ മഹിമ വിരാമം സ്തുതിച്ചുകൊണ്ട് ഭൂമിയിൽ അങ്ങേ നിരന്തരം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ
പൂർണ്ണമായും നശ്വരമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകളും മൂലയും കാണിക്കുന്നവർ പവിത്രമാകണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരസാലയിൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞ പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞ പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ വരുന്നത് വരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവ് എടുത്ത് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്താനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും പകരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത ശിഷ്യനായ ജോസഫ് കടത്തിപ്പറൻ മെത്രാപ്പൊലീത്തായോടും വൈദിക ഗണത്തോടും മൊത്ത സഭയംഗ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിന്നിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാലത്തിൽ മരണമടഞ്ഞ സാരരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കന്യണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് സന്യാമരയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച സർവീസരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നാം കേട്ടുകയെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആകുന്ന പ്രതീക്ഷയുണ്ട്. അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് അങ്ങേ പുസ്തകന്മാരുടെ രക്ഷിത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ കൺപാർത്ത് അങ്ങേ ഇതിലൂടെ അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങ് ഈ പ്രാർത്ഥന കേട്ടണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ പേര് തന്നെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ. ഇത് കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ചൊരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വസ്നാഭയോനെ സ്വർഗീയ ജന്മം നവമായ ആഘോഷിക്കുന്ന ഞങ്ങൾ സ്വീകരിച്ച രക്ഷാകരമായ കൂദാശ സൂചിപ്പിക്കുന്നവ ആദരിക്കാനും ഞങ്ങളിൽ ഉളവാകുന്ന അവയുടെ ഫലങ്ങളാൽ കൂടുതലായി സന്തോഷിക്കുവാനും ഇടയാകുമാറാട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിടണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുവേൻ.